ഹലോ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു നെക്ലേസ് ഹാമ്പറാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു 5 നെക്ലേസ് ആണ്. ഇത് നമ്മൾ ഒരു കോംബോ ആയിട്ട് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് കമൻറ്റ് ഡൗൺ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു റൗണ്ട് ബോക്സ് എടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോക്സ് ആയിട്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ലക്ഷറസ് ലുക്ക് ഉണ്ട്. പിന്നെ നമ്മൾ ആപ്റ്റ് ആയിട്ടുള്ളൊരു മെറൂൺ കളർ ഫ്ലവേഴ്സ് അടുപ്പിക്കുന്നത്, അതിൻ്റെ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. പിന്നെ ഗോൾഡൻ കളർ ബേബി ബ്രത്തും, പിന്നെ കുറച്ച് വുഡൻ സ്റ്റിക്കും, പിന്നെ ഒയാസിസ് സ്പോഞ്ചുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് നമ്മളെ നെക്ലേസ്. ഇത് ലവിനെ സൂചിപ്പിക്കുന്ന ഒരു നെക്ലേസ് ആണ്. ഇത് ബട്ടർഫ്ലൈനെ റെഫർ ചെയ്യുന്നതാണ്. ഇത് ഫെദറാണ്, ഫെദർ ടു ഫയർ എന്നുള്ള രീതിക്കാണ്. ഇത് ലവ് ഓഫ് പേൾ ആണ് വരുന്നത്. അതിനുശേഷം ലാസ്റ്റായിട്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ തോന്നുന്നുണ്ട്. ഈ 5 നെക്ലേസും ഒരു തീമിലാണ് വരുന്നത്. ഒരു വുമണിന് വേണ്ടിയിട്ടുള്ള ഒരു 5 തിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം നമ്മളുടെ ബോക്സിൽ നമ്മൾ ഒയാസിസ് സ്പോഞ്ച് വെച്ചിട്ട് ആവശ്യമുള്ളൊരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിലത്തെ ലെയർ ഞാൻ കട്ടാണ് വെച്ചിട്ടുള്ളത്, എന്നാലുള്ളൊരു പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ കട്ട് പീസാണ് വെച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഓരോ നെക്ലേസും എടുത്തിട്ട് നമ്മൾ സ്റ്റിക്കുമ്മൽ ഗ്ലൂ ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ടേപ്പ് എടുത്തിട്ടാണ് ഇത് ഗ്ലൂ ചെയ്തത്. അപ്പം ഇത് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു സിംഗിൾ ടേപ്പുമ്പോൾ തന്നെ അത് നിന്നോളും. നിൽക്കണത് നല്ല വൃത്തിക്ക് നിൽക്കും. നമ്മൾ നല്ല ടൈറ്റ് ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ 5 എണ്ണം വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നടുവിൽ തന്നെ നമ്മൾ ഫെദറിൻ്റെതാണ് വെച്ചിട്ടുള്ളത്. അതിനപ്പുറം ഞാൻ ലവും ഫ്രണ്ട്ഷിപ്പാണ് വെക്കുന്നത്. കാരണം ലവും ഫ്രണ്ട്ഷിപ്പൊക്കെ എപ്പോഴും ഈക്വലായി വരുന്ന സംഭവമാണല്ലോ. സോ ഞാൻ അങ്ങനെയാണ് അത് വെച്ചിട്ടുള്ളത്. അതിനുശേഷം ബോട്ടമിൽ പേൾ ഓഫ് ലവും പിന്നെ ഞാൻ ബട്ടർഫ്ലൈ ആണ് വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നി അതായിരിക്കും ഒപ്പം വെക്കുമ്പോൾ ഒരു നല്ലതെന്ന് തോന്നിയോണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചെടുത്തിട്ടുള്ളത്. പേളും ബട്ടർഫ്ലൈ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവങ്ങളല്ലേ. സോ ഐ തോട്ട് ദാറ്റ് ഈസ് ദ ബെറ്റർ തിങ്. സോ ഞാൻ അങ്ങനെയാണ് വെച്ചെടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ തന്നെ കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആട്ടോ, ഈ ഒരു നെക്ലേസ് മാത്രം വെച്ചിട്ടും. അതിനുശേഷം നമ്മൾ ഫ്ലവേഴ്സും വുഡൻ സ്റ്റിക്കുമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഒരു 5 ഫ്ലവേഴ്സ് എടുത്തിട്ടുള്ളൂ. കാരണം ഇതിന് അത്രയും ഫ്ലവേഴ്സ് വെക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി ഇതിന് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ഫ്ലവേഴ്സ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിനെ നമ്മളൊന്നും ഓവർ ആക്കുന്നില്ല. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻറ്റ് എന്നുള്ളൊരു തീമിലാണ് ഞാനിത് വിചാരിച്ചിട്ടുള്ളത്. സോ ഞാൻ അതിനനുസരിച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പം എല്ലാ ഫ്ലവേഴ്സും ഇതേപോലെ വുഡൻ സ്റ്റിക്കിൽ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇതേപോലെ ഇവിടെ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ സ്പോഞ്ച് ഉണ്ടായതുകൊണ്ട് ഈസി ആയിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ ഗോൾഡൻ ബീഡ്സ്, അതായത് ഇതിന് ബേബി ബ്രത്ത് എന്നും പറയാറുണ്ട്, അത് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഗ്യാപ്പ് കൂടെ വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ഗോൾഡൻ ടച്ച് ഒബ്വിയസ്ലി റെഡിലോട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒന്നും പറയാല്ല, നല്ല ഭംഗിയുണ്ട്. ഇത് എനിക്ക് നേരിട്ട് കാണുമ്പോൾ ഇതിലേറെ ഭംഗിയുണ്ടായിരുന്നു. വീഡിയോയിൽ നമുക്ക് അത്രയ്ക്ക് ഭംഗി ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതിങ്ങനെ എല്ലാത്തിൻ്റെയും ഗ്യാപ്പിൽ ഞാൻ ഈ ഒരു ഗോൾഡൻ ബേബി ബ്രത്ത് വെച്ച് കൊടുക്കും. അത് വെച്ച് കഴിഞ്ഞിട്ട് തന്നെ ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുള്ളാന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുള്ളാണ്. ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എത്ര പേര് ചോദിച്ചു അറിയാം എങ്ങനെ ചെയ്ത് എവിടെ നിന്നാണ്, അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ. പിന്നെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ നമ്മളുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ, അവർക്കും ചിലപ്പം ഇതൊക്കെ ഉപകാരപ്പെടും. സോ നിങ്ങളുടെ കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിൽ പറയൂ, നമുക്ക് എല്ലാതും നോക്കാം. പിന്നെ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടാൽ ഞാൻ ലിങ്ക് അയച്ചുതരാം. ഓക്കെ, ബൈ, താങ്ക് യു. പിന്നെ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.